അതിൻ്റെ ഭാഗമായി ഇന്ന് കാസർഗോഡ് ജില്ലയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്നു. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഈ ഫാമിനെ പറ്റി പറയുകയാണെങ്കിൽ 2016 തുടങ്ങി കാസർഗോഡിലെ കാസർഗോഡ് കുടൽ പശുക്കളുടെ സംരക്ഷണത്തിനായി കൺസർവേഷനായിട്ട് തുടങ്ങിയ ഒരു ഫാം. നമുക്ക് ഇവിടെ 4 ഷെഡുകളാണുള്ളത്. ആനിമൽസിനെ പാർപ്പിക്കാൻ ഒരു ഗോഡൗണുള്ളത്. ടോട്ടൽ ഇന്നിവിടെ 175 കാസർഗോഡ് കുടൽ കന്നുകാലികളാണ് നമ്മൾ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത്. ഇതിനുവേണ്ട അസിസ്റ്റന്റ് ഡയറക്ടർ അടക്കമുള്ള ജീവനക്കാരും ഇവിടെ കേരള സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നന്നായിട്ട് പോകുന്ന ഒരു ഫാമാണ് നമ്മുടെ 2025 കുളമ്പ് രോഗം രാജ്യത്ത് തന്നെ നിർമ്മാർജ്ജനം ചെയ്യാൻ 2030 കുളമ്പ് രോഗ വിമുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിക്കുവാനും നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് വിഭാവനം ചെയ്തു. അതിനുവേണ്ടി ഒരുപാട് ഫണ്ടുകൾ കേരള സർക്കാർ സംസ്ഥാന സർക്കാർ ഇതിനുവേണ്ടി നിശ്ചയിച്ചു. അതുകൊണ്ട് തന്നെ ഓരോ കർഷകന്റെയും വീട്ടിൽ പോയി സൗജന്യമായി നമുക്കറിയാം കൊറോണ വാക്സിൻ സൗജന്യം കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ അറിയാം. ഇത് നേരത്തെ തന്നെ ബഡ്ജറ്റ് പോർഷൻ വെച്ച് സൗജന്യമായിട്ട് ഓരോ വീട്ടിൽ പോയിട്ട് കുത്തിവയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജില്ലയിൽ 73,968 കന്നുകാലികൾ 1506 ബഫലോ എരുമാർഗങ്ങളാണ്. അപ്പോൾ ഇതിന് മുഴുവൻ കന്നുകാലികളെയും ഈ 21 ദിവസം കൊണ്ട് മൃഗസംരക്ഷണ വകുപ്പ് ഏർപ്പെടുത്തിയ 87 സ്ക്വാഡുകൾ, പരിശീലനം ലഭിച്ച 87 സ്ക്വാഡുകൾ പോയി കുത്തിവയ്പ്പ് നടത്തി 21 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് 100% വാക്സിനേഷൻ നടത്താൻ ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ മുരളിയുണ്ട്, ഡോക്ടർ ചന്ദ്രബാബു, ഡോക്ടർ മഹേഷ്, പിന്നെ എല്ലാ ഡോക്ടർമാരും ജീവനക്കാരും മീഡിയ പേഴ്സൺസിനെയും ഇതിലേക്ക് സ്വാഗതം ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു. അധ്യക്ഷ ഭാഷണത്തിനായി ഞാൻ ಒಟ್ಟಾಗಿ ನಡೀತದೆ. ಅದೇ ರೀತಿ ನಮ್ಮ ಕೇರಳ ರಾಜ್ಯದಲ್ಲಿ ಕೂಡ ಈ ವ್ಯಾಕ್ಸಿನೇಷನ್ ಈ ಚುಚ್ಚುಮದ್ದು ಹಾಕುವಂತಹ ಲಸಿಕೆ ಹಾಕುವಂಥ ಕಾರ್ಯಕ್ರಮ ಈಗ ನಡೀತಾ ಇದೆ. ಅದಕ್ಕೋಸ್ಕರ ನಾವು ಈ ಫಾರ್ಮ್ ಈಗ ನಾವೀಗ 175 ಕಾಸರಗೋಡು ಉಜ್ಜ ತಳಿಯನ್ನು ಸಂರಕ್ಷಿಸುವ ಈ ಫಾರ್ಮಲ್ಲಿ ನಾವು ಜಿಲ್ಲೆಯಲ್ಲಿ ಪ್ರಾರಂಭಿಸುವ ವ್ಯಾಕ್ಸಿನೇಷನ್ ಇದೆ. ಇವತ್ತು ಭಾಳ ಸಂತೋಷವಾದ ಸಂಗತಿ. ನಮ್ಮ ಜಿಲ್ಲೆಗೆ ಒಂದು ಅಥವಾ ನಮ್ಮ ಸಂಸ್ಥಾನಕ್ಕೆ ಬಹಳ ಒಂದು ಹೆಮ್ಮೆ ತರುವಂಥ ಒಂದು ಫಾರ್ಮು, ಬಹಳ ಚೆಂದಾದ ರೀತಿಯಲ್ಲಿ ಈ ಫಾರ್ಮು ಮುಂದೆ ಕೊಂಡೋಗ್ತಾ ಉಂಟು. ಇದೇ ರೀತಿ ಫಾರ್ಮು ಇದೇ ಥರ ಎಲ್ಲ ಇಲ್ಲಿಯ ಉದ್ಯೋಗಸ್ಥರು ಅದೇ ರೀತಿ ಇಲ್ಲಿ ಕೆಲಸಗಾರರು ಎಲ್ಲರೂ ಸಹ ಭಾಳ ಒಳ್ಳೆ ರೀತಿಯಿಂದ ಇಲ್ಲಿ ಕೆಲಸ ಮಾಡಿ ಫಾರ್ಮ್ ಭಾಳ ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಮುಂದೆ ಕೊಂಡೋಗ್ತಾ ಇತ್ತು. ಜಾನುವಾರುಗಳು ಇದರಲ್ಲಿ ಬಹು ಸಂಖ್ಯೆಯಲ್ಲಿ ಸತ್ತು ಹೋಗುವಂಥ ರೋಗ. ಈ ರೋಗ ಕೃಷಿಕನಿಗೆ ಒಂದು ಸಿಂಹ ಸ್ವಪ್ನವಾದಂಥ ಹೆದರಿಕೆ ಸ್ವಪ್ನವಾದಂಥ ಒಂದು ರೋಗ. ಈ ರೋಗ ಬಂದರೆ ಜಾನುವಾರುಗಳು ಇದರ ಹಾಲು ಉತ್ಪಾದನೆ ಸಂಪೂರ್ಣ ಹೋಗ್ತದೆ. ಅದೇ ರೀತಿ ಇದು ಜಾನುವಾರುಗಳು ಬರಡಾಗ್ತದೆ. ಅದರ ನಂತರ ಜಾನುವಾರುಗಳು ಕರುಹಾಕುವಂಥ ಇದು ಅದರ ಶಕ್ತಿಯನ್ನು ಕಳ್ಕೊಳ್ತಾರೆ. ಇಂಥ ಒಂದು ಮಹತ್ವ ರೋಗವನ್ನು ನಾವು ನಿರ್ಮಾರ್ಜನೆ ಮಾಡುವಂಥದ್ದು ಅತಿ ಅಗತ್ಯ ಅಂತ ಸರ್ಕಾರ ಕಂಡುಕೊಂಡು ಈ ಒಂದು ಕಾರ್ಯಕ್ರಮವನ್ನು ಈಗ ಹಾಕಿ ಈ ಕಾರ್ಯಕ್ರಮ ಈಗ
NADCT 2ನೇ ರೌಂಡಿಗೆ ಪ್ರವೇಶಿಸ್ತಾ ಇದೆ. ಡಾಕ್ಟರ್ ಹೇಳಿದಾಗೆ ನಾವು ಇನ್ನು 10 ವರ್ಷದಲ್ಲಿ ಈ ರೋಗವನ್ನು ಸಂಪೂರ್ಣವಾಗಿ ಇಲ್ಲೇ ನಿರ್ಮೂಲನೆ ಮಾಡುವಂಥ രോഗത്തെക്കുറിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. കാരണം അത് മാരകമായി ഏറ്റവും കൂടുതൽ മരണമടക്കം സംഭവിക്കുന്ന ഒരു മാരക വൈറസ് രോഗമാണ് ഈ കൊറോണ. അത് വന്നാൽ ഇപ്പോൾ നമ്മൾ കൊറോണയോട് നേരിടുന്ന സാഹചര്യം നമുക്കൊക്കെ തന്നെ അറിയാം. അതേപോലെ തന്നെ കുളമ്പ് രോഗവും വന്നു പിടിപെട്ടാൽ വൈറസ് പല വകഭേദങ്ങളും ഉണ്ടാക്കുന്നതിന് കൊണ്ട് തന്നെ ഏറ്റവും ആദ്യം കുളമ്പ് രോഗത്തിന് വാക്സിനേഷൻ സ്വീകരിക്കുന്നതാണ് ഏറ്റവും ചെയ്യുന്നത്. അല്ലാതെ രോഗം വന്ന് അതിന് വകഭേദങ്ങൾ വന്നാൽ പിന്നെ ആദ്യം എടുത്ത വാക്സിന് അതിനെ തടുക്കാൻ പറ്റാത്ത സ്ഥിതി വരും. കൊറോണയ്ക്കും അതേപോലുള്ള വകഭേദങ്ങളാണ് നമ്മൾ സംഭവിക്കുന്നത്. 2013 നമ്മുടെ സംസ്ഥാനത്തെ രോഗം പൊട്ടിപ്പുറപ്പെട്ടോട്ടൊക്കെ 30,000-ഓളം കന്നുകാലികൾക്കാണ് രോഗം ബാധിച്ചത്. ഏകദേശം 2,000-ഓളം മരണം ഒട്ടാത്ത സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രോഗം വരാതെ സൂക്ഷിക്കുക എന്നാണ് ഈ ക്ഷീരമേഖലയിൽ ഏറ്റവും നന്നായി നമുക്ക് ഇടപെടാൻ വേണ്ടി കഴിയുന്നത്. കേവലം കന്നുകാലികൾക്ക് മാത്രമല്ല, പന്നികൾക്കും മറ്റെല്ലാം ബാധിക്കുന്ന ഒരു അസുഖമാണ്. അപ്പം അതുകൊണ്ട് തന്നെ വളർത്ത് മൃഗങ്ങളുമായി നമ്മൾ ഒക്കെ അടുത്ത ബന്ധം സ്ഥാപിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യമായി ചെയ്യേണ്ടത് വാക്സിനേഷൻ അവരെ അതിനുവേണ്ടി തയ്യാറാക്കുക. അവർക്ക് സ്വന്തം പോയി വാക്സിൻ എടുക്കാൻ വേണ്ടി കഴിയില്ല. നമ്മളാണ് അവർക്ക് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത്. ആ ഒരു തിരിച്ചറിവുക്കാൻ കൂടാതെ ഉണ്ടാകണം. അതുപോലെ തന്നെ കാസർഗോഡ് പിള്ളേരെ സംരക്ഷിക്കാനാണ് സർക്കാർ ചെലവിൽ നമ്മളിവിടെ ഫാം നടത്തുന്നത്. കാരണം നമുക്ക് ഇതിൽ നിന്ന് വിറ്റുവരവ് കൊണ്ട് നമുക്ക് ഒരു ഫാം നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല. കാസർഗോഡ് പിള്ളേരെ വെച്ച് ഏറ്റവും നല്ല എൻ്റെ പേര് ഡിപ്പാർട്ട്മെൻറ്റ് പേരില്ല ശ്രദ്ധിച്ചോളൂ. ಜಾನುವಾರುಗಳಲ್ಲಿ ಅತ್ಯಂತ ವೇದನಾಜನಕವಾದಂತಹ ಒಂದು ಜಾನುವಾರುಗಳ ರೋಗ. ಅದೇ ರೀತಿ ಅವುಗಳಿಗೆ ಆಹಾರ ತೆಗೆಯಲಿಕ್ಕೆ ಆಗುವಂತಹ ಸ್ಥಿತಿ ಉಂಟಾಗ್ತದೆ. ಅದೇ ರೀತಿ ಜಾನುವಾರುಗಳಲ್ಲಿ ಸಾವು ಕೂಡ ಇದರಿಂದ ಸಂಭವಿಸಬಹುದು. ಕೂಡ ಅದು ಇದು ಒಂದು ಜಾನುವಾರುಗಳಿಂದ ಒಂದು ಜಾನುವಾರುಗಳಿಗೆ ಒಂದು ಪ್ರದೇಶದಿಂದ ಒಂದು ಪ್ರದೇಶಕ್ಕೆ ಬಹಳ ವೇಗವಾಗಿ ಹರಡುತ್ತದೆ ಈ ರೋಗ. ಈ ರೋಗ ತಡೆಯುವಂಥ ವಿಧಾನ ಅಂದರೆ ನಾವು ಈ ಜಾನುವಾರುಗಳಿಗೆ ವರ್ಷಕ್ಕೆ 2 ಬಾರಿ ಲಸಿಕೆ ಹಾಕುವುದರಿಂದ ನಮಗೆ ಈ ಜಾನುವಾರುಗಳ ರೋಗವನ್ನು ನಮಗೆ ತಡೆಗಟ್ಟಲಿಕ್ಕೆ ಸಾಧ್ಯ. ಅದಕ್ಕೋಸ್ಕರ ಈ ನ್ಯಾಷನಲ್ ಅನಿಮಲ್ ಡಿಸೀಸ್ ಕಂಟ್ರೋಲ್ ಪ್ರಾಜೆಕ್ಟ್ ಅಂತ ಹೇಳುವಂಥ ಒಂದು ಪದ್ಧತಿಯನ್ನು ಕೇಂದ್ರ ಸರ್ಕಾರ ಮತ್ತು ರಾಜ್ಯ ಸರ್ಕಾರ ಆವಿಷ್ಕಾರ ಮಾಡಿದೆ. ಈ ಪದ್ಧತಿಯ ಪ್ರಕಾರ ನಾವು ವರ್ಷಕ್ಕೆ 2 ಬಾರಿ ಜಾನುವಾರುಗಳಿಗೆ ಈ ಕಾಲುಬಾಯಿ ರೋಗದ ಲಸಿಕೆಯನ್ನು ನಾವು ನಮ್ಮ ಜಿಲ್ಲೆಯಾದ್ಯಂತ ಅಥವಾ ನಮ್ಮ ಸಂಸ್ಥಾನದಾದ್ಯಂತ രാജ്യത്ത് എല്ലാ ജാനുവരികളിലും കേരള സംസ്ഥാനത്ത് ഇന്നു മുതൽ ആരംഭിക്കുന്ന കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം വതിയെടുക്ക കന്നുകാലി ഫാമിൽ വെച്ച് ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി AB ബാലകൃഷ്ണൻ അവർ നിർവഹിച്ചിരിക്കുകയാണ്. പദ്ധതിയുടെ ഭാഗമായിട്ട് ഒക്ടോബർ 6 മുതൽ നവംബർ 3 വരെയുള്ള കാലയളവിൽ ജില്ലയിലെ എല്ലാ പഞ്ചായത്തിലും കുത്തിവയ്പ്പ് പരിപാടികൾ നടത്തുന്നതാണ്. ഇതിനായി 87 വാക്സിനേഷൻ സ്ക്വാഡുകളെ നിയമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്ക്വാഡുകൾ ഓരോ വീടാന്തരം കയറി ഇറങ്ങി അവിടെയുള്ള കന്നുകാലികളെ കുത്തിവയ്പ്പിക്കുന്നതാണ്. കാസർഗോഡ് ജില്ലയിൽ 73,698 കന്നുകാലികളും 1,506
എരുമവർഗത്തിലുള്ള കന്നുകാലികളുമാണ് ഉള്ളത്. ഈ മുഴുവൻ കന്നുകാലികളെയും കുത്തിവയ്പ്പിക്കാൻ വേണ്ടി വേണ്ട നടപടിക്രമങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനാവശ്യമായുള്ള വാക്സിനും മറ്റ് സാമഗ്രികളും എത്തിക്കഴിഞ്ഞു. പദ്ധതി ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ മുഴുവൻ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ഉപയോഗപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചു.